തീവണ്ടി യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്. BJP ഗവൺമെൻറ് ഭരണം പിടിച്ചതു മുതൽ തീവണ്ടി യാത്രക്കാർ പരീക്ഷണ വിധേയരായിക്കൊണ്ടിരിക്കുകയാണ്. വിവേക് ദെബ്രോയ് റിപ്പോർട്ട് 2014 വിവേക് ദെബ്രോയ്, അദ്ദേഹം ദിവംഗതനായി കഴിഞ്ഞ വർഷം. എങ്കിലും അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് ഈ ഇന്ത്യൻ ജനതയെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു റിപ്പോർട്ടാണ്. ഇന്ത്യൻ ജനതയുടെ ഛേദോവികാരം മനസ്സിലാക്കാതെ ഉണ്ടാക്കിയ ഒരു റിപ്പോർട്ടാണ് എന്ന് പറയാതെ തരമില്ല. ആ റിപ്പോർട്ട് 2014 സമർപ്പിച്ചു ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക്. അതായത് BJP ഗവൺമെൻറ് അപ്പോയിൻ്റ് ചെയ്ത ഒരു റെയിൽവേ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു വിവേക് ദെബ്രോയ്. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അലകും പിടിയും സ്വകാര്യവൽക്കരിക്കണം, റെയിൽവേയുടെ അലകും പിടിയും സ്വകാര്യവൽക്കരിക്കണം. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, റെയിൽവേയുടെ അടിമുടി സ്വകാര്യവൽക്കരിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ തൊഴിൽദാതാവായ ഒരു പൊതുമേഖലാ സ്ഥാപനമായിരുന്നു ഇന്ത്യൻ റെയിൽവേ. 16 ലക്ഷം തൊഴിലാളികൾ ഒരേ സമയത്ത് തൊഴിൽ ചെയ്തുകൊണ്ടിരുന്ന ഒന്നാണ് ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യൻ റെയിൽവേ എന്ന് തുടങ്ങിയെന്നും കൂടി ഓർത്തു നോക്കുക. 1853 ബ്രിട്ടീഷ് ഭരണകാലത്ത് ബോംബെ മുതൽ താന വരെ ആണ് ആദ്യത്തെ ട്രെയിൻ ഓടുന്നത്. അതിനുശേഷം ഇങ്ങോട്ടുള്ള ചരിത്രം, റെയിൽവേയുടെ ചരിത്രം നോക്കിയാൽ അത് വളർന്ന് പന്തലിച്ച് കഴിയുന്നിടത്തോളം മേഖലകളിലേക്കൊക്കെ കയറിച്ചെന്ന് യാത്രാ സൗകര്യമൊരുക്കി ഇന്ത്യ പോലെയുള്ള ഒരു വലിയ രാജ്യത്ത് യാത്ര സുഗമമാക്കിയ ഒരു മാർഗമായിരുന്നു റെയിൽ എന്ന് പറയുന്നത്. ആ റെയിൽ ഇപ്പോൾ നാം എത്തി നിൽക്കുന്നത് ഏത് സാഹചര്യത്തിലാണ് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. 146 കോടി 39 ലക്ഷം ജനങ്ങളുള്ള ലോകത്തെ ഒന്നാമത്തെ ജനസംഖ്യാ രാഷ്ട്രമാണ് ഇന്ത്യ. അത്തരം ഒരു രാജ്യത്ത് ഇപ്പോഴും 30 കോടിക്കടുത്ത് ആൾക്കാർ അതിദരിദ്രരാണെന്ന് ഓർക്കണം. ഈ BJP ഗവൺമെൻറ് തള്ളുന്ന സമയത്ത് പറയുന്നത് അങ്ങനെയുള്ളവരെ എല്ലാം ഞങ്ങൾ അങ്ങ് മുകളിലേക്ക് ആക്കിയിരിക്കുന്നു, അതായത് ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലാക്കിയിരിക്കുന്നു എന്നൊക്കെയാണ്. അതുകൊണ്ട് തന്നെയാണ് അതിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് അവർ പഠനങ്ങളൊന്നും നടത്താത്തതും ഈ പോപ്പുലേഷൻ സെൻസസ് പോലും നീട്ടി കൊണ്ടുപോകുന്നതും. അല്ലെങ്കിൽ 2021 കോവിഡ് കഴിഞ്ഞതിന് ശേഷം പോപ്പുലേഷൻ സെൻസസ് നടത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് റെക്കോർഡ്സ് കിട്ടുമായിരുന്നു. അതൊന്നും കിട്ടാൻ അനുവദിക്കാത്തത് ഇവർ പറയുന്ന കള്ളങ്ങളൊക്കെ ശരികളായിട്ട് നാം ധരിക്കണമെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ഇന്ത്യൻ അപ്പോൾ ഈ 146 കോടി 39 ലക്ഷം ജനങ്ങൾ, അതിൽ തന്നെ അതിദരിദ്രർ കോടിക്കണക്കിന്, അങ്ങനെയുള്ള ഒരു രാജ്യത്ത് തൊഴിൽ തേടി, നമുക്കറിയാം മലയാളികൾ, അതുപോലെ തന്നെ മലയാളക്കരയിലേക്ക് തൊഴിൽ തേടി തന്നെ 45 ലക്ഷത്തോളം അന്യസംസ്ഥാന തൊഴിലാളികൾ ഇങ്ങോട്ട് വരുന്നു. ബംഗാളിൽ നിന്ന്, ബീഹാറിൽ നിന്ന് ഒക്കെ വരികയാണ് ഇങ്ങോട്ട്. എല്ലാ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് തൊഴിൽ തേടി അവരുടെയൊക്കെ യാത്രാക്കൂലി ഒക്കെ നമ്മൾ ഓർക്കുക. അപ്പോൾ ഇത്തരക്കാരെയൊക്കെ ചേർത്ത് പിടിച്ചിരുന്ന റെയിൽ സിസ്റ്റം, അതായത് അവർക്ക് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ ഇന്ത്യ ഒട്ടാകെ സഞ്ചരിക്കാൻ പറ്റുമായിരുന്ന ഒരു റെയിൽ സൗകര്യം, അതാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ആ സൗകര്യത്തിലാണ് ഒരുപാട് മണൽ വാരിയിട്ട് വിവേക് ദെബ്രോയ് റിപ്പോർട്ട് കടന്നു വന്നത്. എന്തൊക്കെ മണലാണ് വാരിയിട്ടു എന്ന് ഞാൻ പറയുന്നത്, ഒന്നാമത് അലകും പിടിയും സ്വകാര്യവൽക്കരിക്കണം എന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് റൂട്ടുകളൊക്കെ സ്വകാര്യവൽക്കരിക്കണം. പിന്നെ അതുപോലെ തന്നെ പ്ലാറ്റ്ഫോമിൽ നിന്നെടുക്കുന്ന ജലം പോലും പൈസയ്ക്ക് വിൽക്കുന്ന, അതായത് പ്ലാറ്റ്ഫോമിൽ നമുക്കറിയാമല്ലോ പൈപ്പ് വാട്ടർ കിട്ടും, ആ പൈപ്പ് വാട്ടറിന് പോലും പൈസ ഈടാക്കണം എന്നാണ് ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം അതുപോലെ തന്നെ അതിനകത്തെ ക്യാൻറ്റീൻ, പാൻട്രി സർവീസ്, പണ്ടൊക്കെ നമുക്കറിയാം പാൻട്രി സർവീസ് എന്തൊരു സുഭിക്ഷമായ, എന്ത് നല്ല ഉഗ്രൻ ഫുഡ് അവരുടെ പാൻട്രിയിൽ തന്നെ, അവരുടെ കുക്കുകൾ തന്നെ, അതായത് റെയിൽവേ സിസ്റ്റത്തിൽ തന്നെ ഉള്ള സ്ഥിരം പാൻട്രി സർവീസ്, അതിനകത്ത് അത്ര ഉഗ്രൻ ഫുഡ് നമുക്ക് കിട്ടുമായിരുന്നു, അതും മര്യാദ വിലയ്ക്ക്. പക്ഷേ അതൊക്കെ സ്വകാര്യവൽക്കരിച്ചു. അങ്ങനെ എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സ്വകാര്യവൽക്കരിക്കുക എന്ന് പറഞ്ഞു. മാത്രവുമല്ല, ട്രാൻസ്പോർട്ട് മന്ത്രാലയം എടുത്തു കളയണം, ട്രാൻസ്പോർട്ട് ബജറ്റ് വേണ്ട. ട്രാൻസ്പോർട്ട് മന്ത്രാലയം ഇപ്പോഴും ഉണ്ട്, ബജറ്റ് പക്ഷേ തൊട്ടടുത്ത വർഷം 2015-16 ബജറ്റിൽ ബജറ്റ് ഇല്ലായിരുന്നു. അതുവരെ ട്രാൻസ്പോർട്ട് ബജറ്റ് ഉണ്ടായിരുന്നു.
അപ്പോൾ അങ്ങനെ ട്രാൻസ്പോർട്ട് ബജറ്റ് എടുത്തു കളഞ്ഞു. ട്രാൻസ്പോർട്ട് മന്ത്രാലയവും താമസിയാതെ എടുത്തു കളഞ്ഞേക്കാം, നമുക്കറിഞ്ഞുകൂടാ. അങ്ങനെ ആ വിവേക് ദെബ്രോയ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ നടപ്പാക്കി ഒരുപാട് പൊസിഷൻസ്, അതായത് ക്ലീനിങ് ഓപ്പറേഷൻസ് ഒക്കെ സ്ഥിരം ജോലിക്കാരായിരുന്നു ചെയ്തിരുന്നത്. അതുകൊണ്ട് ക്ലീനിങ് ഓപ്പറേഷൻസൊക്കെ നന്നായി നടന്നിരുന്നു. യാത്രക്കാർക്ക് ആരോഗ്യ സുരക്ഷ വിശ്വസിച്ച് യാത്ര ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാം കോൺട്രാക്റ്റാണ്. അതുകൊണ്ട് ആരോഗ്യം സൂക്ഷിക്കണമെങ്കിൽ നമ്മൾ കെയർഫുൾ ആവുക. ട്രെയിനിൽ കയറുമ്പോൾ ട്രെയിനിൽ കയറിയിരുന്ന് നിങ്ങൾ സെക്കൻഡ് ക്ലാസ്സിലോ ഫസ്റ്റ് ക്ലാസ്സിലോ ഇരുന്നോളൂ. ഒരു ആൾ അതിനകത്ത് ചായ കൊണ്ടോ കാപ്പി കൊണ്ടോ വരുന്നെങ്കിൽ അയാളുടെ ദുർഗന്ധം കൊണ്ട് തന്നെ നമുക്ക് ആ ചായയോ കാപ്പിയോ വാങ്ങിച്ചു കുടിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ റെയിൽവേസിൽ ഒക്കെ ഉള്ളത്. അതുപോലെ തന്നെ കഠിനാധ്വാനം, അതായത് വേണ്ടത്ര പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാതെ വേക്കൻസീസ് കൂടി കിടന്നിട്ട് റെയിൽ ഡ്രൈവേഴ്സിൻ്റെയും ഒക്കെ ഓവർ വർക്ക് കാരണം കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ഒരുപാട് റെയിൽ ആക്സിഡൻറ്റ്സ് ഉണ്ടാകുന്നു. അങ്ങനെ തന്നെ അടുപ്പിച്ചടുപ്പിച്ച് ആക്സിഡൻറ്റ്സ് ഉണ്ടാകുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ വലിയ ആക്സിഡൻറ്റ്സിനെ പറ്റി ഒന്നും കേൾക്കുന്നില്ല. അങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥയിലേക്ക് റെയിൽവേ സിസ്റ്റത്തെ താഴേക്ക് തള്ളിയിട്ടതായിരുന്നു ആ വിവേക് ദെബ്രോയ് റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൻ്റെ തന്നെ ഒരു ഭാഗമാണ് ഇപ്പോൾ തീവണ്ടി യാത്രക്കാർ ശ്രദ്ധിക്കുക എന്നും പറഞ്ഞ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് എന്താണ് ഈ റീഫണ്ടിങ്ങിൻ്റെ ഒരു പുതിയ സമയക്രമം നിശ്ചയിച്ചിരിക്കുന്നത്? യാത്ര തുടങ്ങുന്നതിന് 72 മണിക്കൂർ, അതായത് 3 ദിവസം മുൻപേ റദ്ദാക്കുകയാണെങ്കിൽ നമുക്ക് മുഴുവൻ തുകയും കിട്ടും. അതായത് ടിക്കറ്റ് എടുത്തതിൻ്റെ മുഴുവൻ തുക എന്ന് പറയുമ്പോൾ അതിലെ സർവീസ് ചാർജ് റെഡ്യൂസ് ചെയ്യും. അത് 3 ദിവസം മുൻപ്. പക്ഷേ നേരത്തെ എങ്ങനെയായിരുന്നു? ഇപ്പോൾ ഈ പുതിയ നിരക്ക് വരുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു? 2 ദിവസം മുൻപ് ക്യാൻസൽ ചെയ്താലും നമുക്ക് മുഴുവൻ തുകയും കയ്യിൽ കിട്ടുമായിരുന്നു. അപ്പോൾ ആരുടെ പക്ഷത്താണ്? ജനപക്ഷത്താണോ BJP ഗവൺമെൻറ്റും റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റും എന്ന് നമ്മൾ ആലോചിക്കുക. ഇനി രണ്ടാമത്തത് എത്രയാണ്? ഇതുവരെ 72 മണിക്കൂറിനും 24 മണിക്കൂറിനും മുൻപ് ക്യാൻസൽ ചെയ്യുന്ന പക്ഷം 25% തുക നഷ്ടപ്പെടും. 75% കിട്ടും, 25% തുക നഷ്ടപ്പെടും. 24 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ സമയമുള്ളപ്പോഴാണ് ക്യാൻസൽ ചെയ്യുന്നത് എങ്കിൽ 50% തുക നഷ്ടപ്പെടും. 8 മണിക്കൂറിനകത്താണെങ്കിൽ മുഴുവൻ തുകയും നഷ്ടമാകും. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 8 മണിക്കൂറിനകത്ത് എന്നുള്ളത് നേരത്തെ നിലനിന്നിരുന്ന സിസ്റ്റത്തിൽ 4 മണിക്കൂറിനകത്തായിരുന്നെങ്കിൽ, എന്ന് വെച്ചാൽ 4 മണിക്കൂറിന് മുൻപും നമുക്ക് തുക കൈപ്പറ്റിക്കൊണ്ട് തന്നെ ക്യാൻസൽ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഈ റീഷെഡ്യൂളിംഗ് കണ്ടാൽ നമുക്ക് മനസ്സിലാകും ഇത് ജനങ്ങളെ ചേർത്ത് പിടിക്കുന്നതല്ല എന്ന്. അതുമാത്രവുമല്ല, മറ്റ് നിരവധി തരത്തിലുള്ള കംപ്ലയിൻറ്റ്സ് റെയിൽവേ സിസ്റ്റത്തെ പറ്റി നമ്മൾ കേൾക്കാറുണ്ട്. അതായത് റെയിൽവേയിലുള്ള ഉദ്യോഗസ്ഥർ തന്നെയാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? പണ്ടൊക്കെ 3rd ക്ലാസ് എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിയിരുന്ന, അതായത് സർവ്വസാധാരണക്കാർ യാത്ര ചെയ്യുന്ന ആ ക്ലാസ്സുകളെയൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് 2nd AC-യും 3rd AC-യും 2nd AC-യും ഒക്കെ ആക്കി മാറ്റി. എന്നിട്ട് അപ്പോൾ അങ്ങനെ ഈ 3rd ക്ലാസ്സിൽ യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ വളരെ കുറവാണ്. വളരെ കുറച്ച് എന്താണ് പറയുക, കമ്പാർട്ട്മെൻറ്റ്സ് മാത്രമാണ് ഈ 3rd ക്ലാസ് സൗകര്യം കൊടുക്കുന്നത്. അപ്പോൾ 3rd ക്ലാസ് സൗകര്യം ഇല്ലാത്തത് കാരണം 3rd ക്ലാസ്സിൽ പോകേണ്ട യാത്രക്കാർ പോലും 3rd AC-യിലോ അങ്ങനെയൊക്കെയുള്ള ഹയർ ലെവലിലേക്ക് യാത്ര ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ യാത്രക്കാരെ പിഴിഞ്ഞെടുക്കുക, അതാണ് BJP ഗവൺമെൻറ് വന്നതിന് ശേഷം റെയിൽവേയിൽ കൊണ്ടുവന്ന മാറ്റം. എന്ന് വെച്ചാൽ ജനങ്ങളെ എല്ലായിടത്തും പ്രധാനമന്ത്രി ചേർത്ത് പിടിക്കുന്നു. അതായത് നമ്മളിവിടെ സംസ്ഥാന തലത്തിൽ പിണറായി ഗവൺമെൻറ് ചേർത്ത് പിടിക്കുന്നു എന്ന് പറയുന്നത് പോലെയുള്ള തള്ളാണ് കേന്ദ്ര ഗവൺമെൻറ് ചേർത്ത് പിടിക്കുന്നു, പ്രധാനമന്ത്രി ചേർത്ത് പിടിക്കുന്നു എന്ന് പറഞ്ഞ് നടത്തുന്ന തള്ള്. അതിലൊന്നും യാതൊരു യാഥാർത്ഥ്യവുമില്ല എന്നുള്ളത് ഈ റെയിൽവേയുടെ കഥയിൽ നിന്ന് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. അതായത് അത് ഓർമ്മയുണ്ടല്ലോ, കഴിഞ്ഞ വർഷമൊക്കെ പ്രധാനമന്ത്രി കൊണ്ടുവന്നിരുന്ന ഒരു പ്രധാനമന്ത്രിക്ക് സെൽഫി പോയിൻ്റ്, എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും സെൽഫി പോയിൻ്റ് വേണമായിരുന്നു. അതിനുവേണ്ടി തന്നെ എത്ര കോടി രൂപയാണ് എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും സെൽഫി പോയിൻ്റ് ഉണ്ടാക്കാൻ വേണ്ടി തന്നെ ചെലവഴിച്ചിട്ടുള്ളത്. അങ്ങനെ സ്വന്തം ഇമേജ് വളർത്തുക എന്നുള്ളതിൽ കവിഞ്ഞ് ജനസേവനം ലക്ഷ്യമാക്കിയല്ല
നരേന്ദ്രമോദി ഭരിക്കുന്നത്, പിണറായി വിജയൻ ഭരിക്കുന്നത്. ഇത്തരം ഭരണകർത്താക്കളെ നാം കണ്ട് തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞാൽ മാത്രമേ അവരെ നമുക്ക് മാറ്റി നിർത്താൻ ഒക്കുകയുള്ളൂ. അങ്ങനെ മാറ്റി നിർത്തിയാൽ മാത്രമേ ജനജീവിതം സുഗമവും സുരക്ഷിതവുമായി മാറുകയുള്ളൂ. പ്രത്യേകിച്ച് ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് റെയിൽവേ യാത്ര സുരക്ഷിതമാകണം, അതുപോലെ തന്നെ സുഖപ്രദമാകണം. അങ്ങനെ ആകണമെന്നുണ്ടെങ്കിൽ ഈ പുറം കരാർ കൊടുക്കുന്നതിന് പകരം സ്ഥിരം ജോലിക്കാരെ തന്നെ റെയിൽവേ അപ്പോയിൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ആഹാരം, അതും പുറം കരാർ കൊടുക്കുന്നതിന് പകരം പഴയ പാൻട്രി സിസ്റ്റം തന്നെ തിരിച്ചു വരണം. ഇതിനൊക്കെ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ശക്തമായ ഇടപെടലുകൾ ഉണ്ടായാൽ മാത്രമേ പൊതുജനത്തിനു വേണ്ടി ഇത്തരം മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ റെയിൽവേ സിസ്റ്റം കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാവുകയുള്ളൂ.